നമസ്കാരം കേരളമേറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ആ വിധി. ഒരു പെൺകുട്ടിയെ പ്രണയപ്പകയുടെ പേരിൽ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയ ശ്യാംജിത്തിന് കോടതി എന്തു വിധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കേരളം. കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ് കോടതി. ജീവപര്യന്തം തടവും 10 വർഷം അധിക തടവും കോടതി ശിക്ഷ വിധിച്ചു. വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനാണ് 10 വർഷം തടവ് ശിക്ഷ. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് വിധിച്ചിരുന്നു. ശേഷം ശിക്ഷാവിധി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. ശ്യാംജിത്ത് മുൻകൂട്ടി തീരുമാനിച്ചു കൊലപ്പെടുത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. സംഭവത്തിന്റെ 2 ദിവസം മുൻപ് കൂത്തുപറമ്പിലെ കടയിൽ നിന്നും പ്രതി ചുറ്റികയും കയ്യുറയും വാങ്ങിയിരുന്നു. ഇവ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. വിഷ്ണുപ്രിയയുടെ ശരീരത്തിലെ 29 മുറിവുകളുണ്ടായിരുന്നു. അതിൽ 10 മുറിവ് മരണശേഷമുള്ളതാണ്. സംഭവത്തിന് ദൃക്സാക്ഷികളില്ല. സാഹചര്യ തെളിവും ശാസ്ത്രീയ തെളിവുകളും പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ K. അജിത് കുമാർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിഷ്ണുപ്രിയയും പ്രതിയും തമ്മിൽ നേരത്തെ സംസാരിച്ചതിന്റെ ഫോൺ രേഖകളും തെളിവായി കോടതിയിൽ ഹാജരാക്കി. കൊലപാതകം നടന്ന 1 വർഷം പൂർത്തിയാകുന്നതിനു മുൻപ് തന്നെ വിചാരണ തുടങ്ങി. പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാലാണ് വിചാരണ വേഗത്തിലാക്കിയത്. പ്രതിയായ ശ്യാംജിത്തിന് ജാമ്യവും കിട്ടിയിരുന്നില്ല. കേസിൽ 73 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. പ്രോസിക്യൂഷൻ 3 ഫോറൻസിക് വിദഗ്ധരെ സാക്ഷികളായി പുതിയതായി ഉൾപ്പെടുത്തി. വിഷ്ണുപ്രിയയുടെ സഹോദരിമാർ, സുഹൃത്ത് വിപിൻ രാജ് തുടങ്ങി 49 സാക്ഷികളെ വിസ്തരിച്ചു. ഇരുതല മൂർച്ചയുള്ള കത്തി, ചുറ്റിക, കുത്തുളി എന്നിവ കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയതെന്നാണ് കേസ്. അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി വീട്ടിലുള്ളവരെല്ലാം പോയ സമയത്താണ് വിഷ്ണുപ്രിയയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ബന്ധുവീട്ടിലുണ്ടായിരുന്ന വിഷ്ണുപ്രിയ രാവിലെ വസ്ത്രം മാറാനും മറ്റുമായി വീട്ടിലെത്തിയതായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതായതോടെ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വിഷ്ണുപ്രിയയെ കണ്ടത്. തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. പിടിയിലായപ്പോഴും യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് പ്രതി പ്രതികരിച്ചതെന്നത് ഏറെ ശ്രദ്ധേയമാണ്. തനിക്ക് 25 വയസ്സ് മാത്രമേയുള്ളൂ, 14 വർഷത്തെ ശിക്ഷയല്ലേ, അത് ഗൂഗിളിൽ കണ്ടിട്ടുണ്ട്, 39 വയസ്സാകുമ്പോൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും, ഒന്നും നഷ്ടപ്പെടാനില്ല എന്നായിരുന്നു ശ്യാംജിത്തിന്റെ പ്രതികരണം. പ്രണയപ്പകയുടെ പേരിൽ ഒരു ജീവൻ നഷ്ടമാകുന്ന അതേ വേദന തന്നെയാണ് ശ്യാംജിത്തിന്റെ ഈ നിലപാടുകൾ കേരളത്തിൽ അന്ന് സൃഷ്ടിച്ചത്. ക്രൂരതയുടെ, സ്വാർത്ഥതയുടെ ഒരു തലമുറയ്ക്ക് കൂടി ജന്മം നൽകിയ കേരളത്തിന് വിഷ്ണുപ്രിയയും ശ്യാംജിത്തും ഒരു വലിയ വേദനയായി മാറുകയാണ്.